നോക്കിയേ, ഇത് ആരാന്ന് പയ്യനെ കളഞ്ഞിട്ട് പോയത്? അതെ, ഈ തങ്കം പോലുള്ള കുഞ്ഞിനെ. ഇത് നിങ്ങളുടെ പോരാ, ഉപ്പൂപ്പാന്റെ പോൻ. നിങ്ങൾ എഴുന്ന് വന്നു എന്നോ ഏത് നാട്ടുകാരെന്നോ നമുക്കറിയില്ല, പക്ഷെ നമുക്ക് നിങ്ങൾ ഉപ്പൂപ്പ. ഇനി നിങ്ങൾ തന്നെ ഓന് പറ്റിയൊരു പേരിടി, നല്ല ബർക്കത്തുള്ള പേര്. മുന്ന. മുന്ന. നമ്മളെ മുന്ന. നമ്മളെ മുന്ന വളർന്ന് വലുതായത് ഇവിടെയാണ്. ഈ കവലയായിരുന്നു ഓൻ്റെ ലോകം. ഇവിടുത്തെ ഓൻ്റെ ബന്ധുക്കളായിരുന്നു. ഈ നാട്ടിലെ ഒട്ടുമിക്ക അമ്മമാരും ഓനെ മുലയൂട്ടിയിരുന്നു. തിന്നാനും ഉടുക്കാനും മാത്രമല്ല, സ്നേഹവും അവർ മുന്നക്ക് വാരിക്കോരി കൊടുത്തു. മതമോ ജാതിയോ രാഷ്ട്രീയോ ഒന്നും ഓരെ വേർതിരിച്ച് വേലി കെട്ടിയിരുന്നില്ല. മുന്ന ഓലെ രാജകുമാരനായിരുന്നു. ഈ കവലയിലെ പൊന്നോമനായിരുന്നു. ജനകീയ ഡോക്ടറായ മുകുന്ദൻ മേനോനും പ്രമാണി അഹമ്മദ് കുട്ടിയും നാടിനും വേണ്ടി ജീവിക്കുന്നവരാണ്. പിന്നെ പേരറ്റ് ഹംസ, മൂര്യ അവോക്കർ, കുൽമാലി ഉജാക്കോസ്, ബേക്കറി വീരാന്, ഈച്ചക്കുഞ്ഞാലി, കൂരൻ ഖാദർ, ചാപ്പിളിൻ സുഗുണന്, കണ്ടിമ്മി കൊച്ചാപ്പി, പോറിൻ മമ്മൂട്ടി, ബാലുതാങ്ങി അർമുദാന്, കമ്മുട്ടിയാക്ക, അണ്ണാച്ചി മുനീർ, പാച്ചന്, കുരുവി, ചൊടലവാസു, ചന്ദ്രിക ടീച്ചർ, സാധു നമ്പ്യാർ, ഇങ്ങനൊരു പട തന്നെ ഉണ്ട് ഈ കവലയിൽ. ഇതിനൊക്കെ അപ്പുറം നന്മ നിറഞ്ഞ നമ്മളൊക്കെ ഉപ്പൂപ്പാൻ്റെ നാടാണിത്. എവിടെ നിന്ന് വന്നെന്നോ എന്താണ് പേരെന്നോ ഏതാണ് ജാതി മതമെന്നോ അറിഞ്ഞുകൂടാത്ത ആരോ എപ്പോഴോ വിളിച്ചു തുടങ്ങിയ ഉപ്പൂപ്പ എന്ന പേരുമായിട്ട് ഓർക്കിടയിൽ ഓരെ പോലെ ഒരാളായി ജീവിക്കണ നമ്മളെ സ്വന്തം ഉപ്പൂപ്പ. എന്തിനും ഏതിനും ഉപ്പൂപ്പാൻ്റെതാണ് ഇവിടുത്തെ അവസാന വാക്ക്. ഇനി നിങ്ങൾ കുന്നോത്ത് പറമ്പിലെ വിശേഷങ്ങൾ നേരിട്ട് കണ്ടോളി, കേട്ടോളി. മട്ടന്നൂർ സഗന ടാക്കീസിൽ വർണ്ണമനോഹരമായ നയന മനോഹരമായ വെള്ളിത്തിരയിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ മത്സരിച്ച് അഭിനയിച്ച സിനിമ തൂവാനത്തുമ്പികൾ, മൂന്ന് കണ്ണികൾ മാത്രം. ഓ, ഒന്ന് വേഗം വിടന്റെ മുന്നേ എന്റെ കൈ കുഴഞ്ഞിട്ട് പാടില്ല. കൈയല്ല, കഴുത്തൊടിഞ്ഞാലും ഞാൻ ഈ സ്റ്റൈല് മാറ്റിപ്പിടിക്കൂല മോനെ. എനിക്ക് ഒരു പേരുണ്ട്. ഓ, മുന്നാണ്ടല്ലേ ആണല്ലോ, അല്ലാതെ പാച്ചൻ എന്നല്ലല്ലോ. പാച്ചെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. എനിക്ക് നല്ലൊരു പേരുണ്ട്, പ്രകാശ്. ഓഹോ, എന്നിട്ട് എന്താ എന്നെ എല്ലാരും പാച്ചാന്ന് വിളിക്കുന്നേ? എടാ, നിനക്ക് ചേരുന്ന പേരതാ, പാച്ചൻ. ഒലക്ക, ഞാൻ ഇതെല്ലാം ഇട്ടു പോകും കേട്ടോ. കൊല്ലു ഞാൻ. ആ ചിത്രത്തിൽ കാണുന്നല്ലോ സിനിമയിൽ ഉണ്ടാവുക. അല്ല, കാരണം പറയേ, നിങ്ങളിത് ഏത് ലോകത്താ? പോസ്റ്ററിൽ അങ്ങനെ പലതും കാണിക്കും, അതൊന്നും സിനിമയെ കാണിക്കൂല. ഒന്ന് പോയ ചാപ്ലിനെ, സിനിമയില് ഇപ്പൊ എല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാം ക്യാമറ കൊണ്ടുള്ള കളിയാ. അപ്പൊ കിടപ്പറ സീനോ? ക്യാമറ ട്രിക്ക് തന്നെ. ആ ഉമ്മൻ വെക്കുന്നതോ? എങ്ങനെ? ആ ഉമ്മൻ വെക്കുന്നത് മൂക്ക് പഞ്ഞു വെക്കാൻ ആയല്ല കളവാ. എല്ലാരും ഉണ്ടല്ല. എന്തെന്നാ ഇന്നത്തെ വിഷയം? എനി ചോദിച്ചോ, സിനിമ വിജ്ഞാന കോശല്ലേ വന്നു. ഇവനോടോ? എന്നോട് ചോദിക്ക്, എന്താ സംശയം? അത് മോനെ, സംശയം ഇവർക്കാ. ചോദിക്ക്. അല്ല മോനെ, സിനിമയില് ഉമ്മൻ വെക്കുന്നത് കെട്ടിപ്പിടിക്കുന്ന ഇല്ല തന്നെയാ. സംശയം. എന്റെ അച്ഛ, ഇവരായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവായിക്കളാ. എന്റെ അച്ഛൻ വയസ്സെടുത്ത് മോശമായി പോകും. എന്റെ കേശവേട്ടാ, ഇതൊക്കെ ശരിക്കും ചെയ്തേ പറ്റൂ. കുരുവേ, കേശവേട്ടന് കടുപ്പത്തിലൊരു ചായ എടുക്ക്. ചായ എടുക്കാൻ ഞാൻ വെറുതെ പറഞ്ഞതാണ്. നീ വേഗം നമുക്ക് സമയം വന്നു. ഞാൻ വന്നു. ചായ ഇനി കുറച്ച് സമയത്തേക്കേ അച്ഛായ തന്നെ അടിച്ചാൽ മതി.
കുരുവിനെ നമുക്ക് ആവശ്യമുണ്ട് നീ വാ. ചാച്ചാ ഞാൻ ഡാ, പെട്ടെന്ന് ഡാ, വരാം. ഡാ, ഡാ. എന്നാ പോക്കാടവേ അത് മരത്തിക്കറ ഇവനല്ലോ കെട്ടിക്കഴിഞ്ഞിട്ട് വിട്ടേക്കാം. എന്റെ കർത്താവേ ഹോ, എന്റെ സൈക്കിളും കൊണ്ടുപോയി. ഇനി കോളാമ്പി അയക്കാണ്ട് ഓനെ നോക്കണ്ട. അല്ല കുരുവിന്നും കൂട് വിട്ട് പറന്നു പോയോ? നമ്മളെ മുന്നേയും സാധം പേരുടെ ചെക്കൻ പാച്ചൻ കൂടി വന്നാ പിന്നെ ഓരോവിടെ നിക്കടോ. ചങ്ങായിമാരെന്ന് പറഞ്ഞാ അതല്ലേ ചങ്ങായിമാര്, പിന്നെ അല്ലാതെ ഒരു കാലിക്കട്ട് നാളെ അക്കരമ്പല് ആ, ആ. നമ്മളെ ചാത്തുപണിക്കര പെണ്ണിന്റെ കല്യാണ അതിന്റെ ഓട്ടായി ഓടിയെ. ഇവിടെ ഞാൻ ഒറ്റക്കല്ലേ കഷ്ടപ്പെടുന്നു. ഓൻ എന്നെ സഹായിച്ചാലെന്താ? അവൻ പോയിട്ട് വരട്ടെ, വെറുതെ ഗുൽമാലാക്കല്ലേ. ആരാടാ ഗുലുമാലി? ആരാടാ ഗുലുമാലി? ഗുലുമാല? ആരാടാ ഗുലുമാലിനെ ഗുലുമാലാക്കുന്നേ? കുഞ്ഞി പോലീസെ ചായ എടുക്കട്ടെ. ചായ മാത്രം പോരാ, ഒരു 2 കുറ്റി പുട്ടും പാർസൽ. ഒരു ചായ ഇടറാ. തുറക്കട ഒരെലിങ് എടുത്തോ. പുട്ടിട്, 2 കുറ്റി പുട്ട് പാർസല്. ഒരെലിങ് എടുക്ക്. സാറിന് ചായ കൊടുക്ക്. ചായ ബലി തന്നെ എടുത്തോ. 2 എടുത്തിട്ട് എടുക്ക്, 2 കൂടി. പറ്റിലെഴുതിക്കോ, ശമ്പളം കിട്ടുമ്പോ തരാം. കൂട്ടി എഴുതി കളയരുത്, സർക്കാർ കുറച്ച് തരുന്നല്ലോ ശമ്പളം. സോറി മുനീക്ക. മുനീക്ക വിളി വേണ്ട, അണ്ണാച്ചി മുനീർ. പേര് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ഞെട്ടണം. ഞാൻ എനിക്ക് തന്നെ ഇട്ട പേരാ. നല്ല പേര്. എനിക്ക് വേണം ഒരു ഇരട്ട പേര്. മീശയെങ്കിലും മുളക്കെട്ടാ, ഞാൻ ഇട്ടോളാം. ഇനി പറ, എന്താണ് കാന്താടിൻ്റെ പ്രശ്നം? 9 ഉണ്ടക്കായില്ലേ, നമ്മുടെ അമ്മൻ ടീച്ചർ മോൻ. ഓനൊരു എല്ല് കൂടുതലാ. ഉണ്ടക്കായ് വിനയൻ. സൗന്ദര്യം എനിക്കൊരു ശാപാണ്. നീ കഥ പറ മുത്തേ. നമ്മളെ കുടുംബക്കാരൊക്കെ ഇങ്ങനാ. എങ്ങനെ? പെണ്ണുങ്ങളൊക്കെ അതിസുന്ദരികളാ. സ്വയം ഭംഗിയാവല്ലേ. ഉണ്ടക്കായ് വിനയൻ നിന്നെ എന്ത് ചെയ്തു അത് പറ. അതില്ലേ, ഓനെന്നോട് പ്രേമ വന്ന്. നിന്നോടാ? ആ, സത്യമായിട്ടും. പുറകെ നടന്ന് ലവ് ലെറ്റർ ഒക്കെ തരാൻ നോക്കി. ഞാനെങ്ങും വീണില്ല. അത്ഭുതം. ഇപ്പൊ മൂത്രപ്പുറയും ക്ലാസ് മുറിയിലേക്ക് ഇപ്പൊ എഴുതി വെക്കാനും തുടങ്ങി. ലവ് ലെറ്ററാ? ഉണ്ട പ്ലസ് കാന്താരി. ഉണ്ടക്കാന്താരി. വിടറോനെ, നമുക്ക് വേണേ സ്കൂൾ ഗ്രൗണ്ടിട്ട് പിടിക്കാം. ഊശാം, കണ്ണിൽ നല്ല ഉണ്ടക്കാന്താടി തേക്കാം. ഓന്റെ ചൊറിച്ചില് അതോടെ മാറിക്കോളും. വാ. അല്ല, ഏയ് ഇപ്പോഴും 9ാം ക്ലാസ് തന്നെയല്ലേ? അല്ലട 29. പോടാ പോ. ഒരു ദിവസം ആ പാച്ചൻ എൻ്റെ കയ്യിൽ കിട്ടും. അന്ന് ഞാൻ പരിപ്പെടുക്കും. പരിപ്പല്ലടാ, തക്കാളി. മോനു കുലു കുലു കുലു. എടാ വയറവിടെ. വയറല്ല, അതിങ്ങോട്ട് എടുക്ക്. വയറ് പോലെക്കുന്ന ഒരു പച്ച കളറും. വയറിങ്ങോട്ട് എടുക്കടാ. ആ നോക്കണേ. പാച്ചൻ ഇത് എത്ര കണ്ടതാ? മുന്ന അങ്ങനെ എന്റെ പണി കഴിഞ്ഞു. ഇനി ഞാൻ അങ്ങോട്ട് പോക്കോട്ടെ. ചാച്ചനാടെ ഒറ്റക്കാ. അയ്യടാ, എടാ ഗുലുമാലിനറിയാം കുരുവി പറഞ്ഞ കൂടെ ഞാൻ പാതിരാത്രിയാവുന്നു. നീ പോണ്ട അവിടെ തന്നെ.
ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നിച്ചാ പോകുന്നുള്ളൂ. ശരി, മനു ഇവിടെ മനുവല്ലേ വരുന്നത്? എന്തുവാടേ? വർക്ക് ചെയ്യാത്ത മൈക്ക് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിന്. മൈക്കെല്ലാം അവിടെ കിടക്കുന്നത്. ഇതാ ഇതിൽ പറയുന്നതിനൊക്കെ നല്ല നേരിട്ട് പറയുന്ന ഓപ്പറേറ്റർ. രാവിലെ എന്താ മനു മൂടില്ലാന്നല്ല. എന്താടാ ഇനിയും എന്താണ് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഈ പാച്ചന്റെ ഒരു കാര്യം. അല്ല ചങ്ങായി, ഈ ഭക്തികാരൻ ഇനിയും ഒന്ന് മാറ്റി പിടിച്ചൂടെ? ഏയ്, നിയമം നമ്മളായിട്ട് ധരിച്ചൂടാ. ആദ്യം ഭക്തിഗാനം, പിന്നെ പിന്നെ പ്രണയഗാനം. പിന്നെ അല്ലാതെ ഒരു പച്ച പനന്തത്ത പഞ്ചാര പനന്തത്ത നമ്മളെ ചങ്ങായിന്റെ കൽവിൽ പറന്നെത്തിയിട്ടുണ്ട്. അതെ, ഒരു പാട്ട് പാടണം. ആയിരിക്കും എനിക്കാ? ആ ഇത്താത്തക്ക്. മാഷേ, എന്തിനാടാ നീ വിനയന്റെ കണ്ണില് ഉണ്ടമുളവ് പൊട്ടിച്ചു തേച്ചത്? എടാ അണ്ണാച്ചി മുനീറേ, ഒന്ന് മൊഴിയടാ പ്ലീസ്. അത് രഹസ്യ സാറേ. ഞാനും ഉണ്ടക്കായ വിനയനും തമ്മിലുള്ള രഹസ്യം എത്ര തല്ലിയാലും ഉമ്മാണേ ഞമ്മളത് പറയൂല. മാഷേ, ഉമ്മ എത്തിയല്ലോ, ഇനി ഉമ്മാനോട് തന്നെ ചോദിക്കാം. മുനീറേ, നീ ഇന്നും ബെഞ്ചിന്റെ മുകളിൽ തന്നെയല്ലേ? എന്തിനാ അവനെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നേ? പല വിസയും സംഘടിപ്പിച്ച് ദുബായിലോട്ട് പറഞ്ഞു വിട്ടാ പോരെ? ആശയില്ലാഞ്ഞിട്ടല്ല മാഷേ, ഓൻ പോണ്ടേ? പഠിക്കണം പഠിക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രം ചെക്കന്. 7ല് 2 കൊല്ലം, 8ല് 2 കൊല്ലം, ഇപ്പതേ 9ൽ 3-ാം കൊല്ലം. അങ്ങനെ നല്ലോണം ഇരുന്ന് പഠിച്ച് പഠിച്ചോന് ഉസാറാട്ട് മാഷേ. ഉസാറാക്കി തരാം, ഉസാറാക്കി തരാം. എന്റെ കാപ്പായി മാനങ്ങളായിട്ടുണ്ടായൊരു ഉമ്മ. ഇവന്റെ കാര്യം ഞാനേ തൽക്കാലം ജമീല HM-നെ കണ്ടിട്ട് പൊയ്ക്കൂ. മാഷേ, മാഷേ, ഞാൻ എന്നാ വേണ്ടേ? എങ്ങനെ? ഞാൻ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വന്നിട്ട് പഠിപ്പിക്കുക. ഇവിടെ കണ്ടവന്റെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ച് കണ്ണി മുളവും പരത്തിട്ട് വന്നേക്കുക. നീ പോയി നിന്റെ ക്ലാസ്സിൽ പോയിരുന്ന് പഠിയടാ. നമസ്കാരം. നമസ്കാരം. ആ വരണം. എന്തിനാ വയ്യാതെ ഇതുവരെ വന്നേ? ആരെയും പറഞ്ഞു വിട്ടിരുന്നേ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഡോക്ടറെ. ആ മുന്നേ ഡോക്ടറോ? വരണം വരണം. കളിയാക്കല സാറേ, ജീവിച്ചു നോക്കോട്ടെ. മുന്നേ ആളെ ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് വിട്ടൂടെ?
സൂക്ഷിച്ചു. ആയിഷ എന്തിനാണ് എന്റെ ആയിഷ കോയിനെ അതിന്റെ അകത്തിട്ട് പൂട്ടിയേ? കോയി അതിനകത്ത് കിടക്കുന്നതിന് നിങ്ങൾക്ക് എന്താ? വായി തുറന്നാ തമാശ പറയും ഈ ആയിഷ കുട്ടി. അത്രക്ക് വലിയ തമാശയായിട്ട് ഞമ്മക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്താ വേണ്ടേ? കോഴി. ആ കോഴി കോയിനെ കൊടുക്കുന്നുണ്ടാ? ആ ഉണ്ട്. ഞമ്മക്ക് വേണോ? പൂവനാ പെടയാ? പെടയായിക്കോട്ടെ. നിന്നെ പോലത്തെ പൂവനുമില്ല പെടയില്ല. മമ്മൂട്ടി പോവാൻ നോക്ക്. മുട്ടയുണ്ട് നബീസു. മുട്ട വാങ്ങാൻ വന്ന ഇയാൾ എന്തിനാ കോയിനെ ചോദിച്ചേ? അല്ല കോഴിണ്ടേ വാങ്ങാലോ, പോറ്റുകയും ചെയ്യാ. മുട്ട നമ്മള് വീട്ടിലെത്തിച്ചേക്കാം. നിങ്ങള് പോ. അതല്ല നബീസു. പടച്ചോനെ മുട്ട ചോദിച്ചാ മതി. അതിന് പ്രത്യേക കോയിനെ ഓളെ വാക്കിന് വല്ലാത്ത മൂർച്ചയാ, വല്ലാത്ത പഹീത്തി തന്നെ. അവന്മാരുടെ ഒരു കോയി മുട്ടേ. ആനക്കിന്ന് തുന്ന ക്ലാസ്സിലടി ഉണ്ട്. കേറി പോടി. വെറുതെ അല്ല ആൾക്കാർ ഈർച്ച വന്നു. കൃത്യസമയത്തന്നെ അല്ല തുന്ന ക്ലാസ്സിന് പോകാണോ? അല്ല സിനിമക്ക് പോവാ. ഒന്ന് മാറ്റി പിടിച്ചോടാ. എന്തെന്ന് അവന്റെ ഒരു ഡയലോഗ്. തുന്ന ക്ലാസ്സിന് പോവാന്ന് തോന്നുന്നു. ബോറൻ മാറ്റി പിടിച്ച ചിരിക്കടോല്. എന്റെ ഈ ചൂടാടിയും പറച്ചെല്ലാം കേട്ടിട്ടല്ലേ ഒരു ചിരിക്കുന്നേ. അത് നിന്റെ വൃത്തിയോട് കണ്ടിട്ടില്ല. മുന്നേടെ ചൊങ്ക് കണ്ടിട്ടാ. അസൂയപ്പെടല്ലേ മുന്നേ. അതിലൊരെണ്ണത്തിനെ വളച്ച് ഇതേ സൈക്കിൾ ചൂടടിച്ചോണ്ട് പറക്കും ഈ പ്രകാശൻ. പാച്ചൻ അത് മതി. നീ വിട്. മതിയടാ മതി. 9ാം ക്ലാസ് ഓടാ പാച്ച. വയറിറച്ചി കിട്ടിയപ്പോ സമാധാനമായല്ലോ. ഓനെ നമുക്ക് എടുക്കാടി. ഇവിടുത്തെ ആസ്ഥാന വായി നോക്കികളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതേനി നന്നാക്കണമെന്നില്ല ബിറ്റാളാ. വീണ് അതെ മധുരം കുറച്ചൊരു ചായ. ഓ ചായ കൊണ്ടുവരാം. സുന്ദരി സുന്ദരി അങ്ങനെ ഒന്നൊരുങ്ങി വാ. ഇങ്ങോട്ടാ ചായ കൊടുക്കാൻ. ഇന്നത്തെ ചായ ഞാൻ കൊണ്ടു. എന്തോ ഇന്നത്തെ ചായ ഞാൻ കൊണ്ടു. അയ്യടാ അതിന്റെ ഇവിടെ ചായ അടിക്കാറുണ്ട്. ഞാൻ കൊണ്ടു കൊടുക്കടാ. ഇന്നത്തെ മാത്രം. എന്താ മുത്തല്ലേ? ഇന്നേക്ക് മാത്രം. അതെ. ഞാൻ തന്നെ കൊടുത്തോളാം. മധുരം കുറഞ്ഞ ചായ. അച്ഛാ ചായ ഞാൻ കൊടുക്കാം. അല്ലെങ്കിലും നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഒരു മിനിറ്റ് വേല കളയാൻ. ഒരു ഭാഗ്യം. ഇത് ടീച്ചർക്ക് എന്റെ വക.
കൂടുതലാണോ? മുന്ന ചന്ദ്രിക, ചന്ദ്രിക മുന്ന. എന്താ എന്താന്ന്? പത്ത് വയസ്സൊന്നും ഒരു കുറവേയില്ല. വയസ്സ് ഒരു പ്രശ്നമാണോ? ഏറിപ്പോയാൽ ഒരു 15-20, അത്രേ വ്യത്യാസമുള്ളൂ. എത്ര? 15-20. ഓക്കാകെ 17-18 വയസ്സേ ഉള്ളൂ. ഞമ്മക്കോ ഒരു തോന്നൂല. അത് മതി തോന്നറ്. ഈ പളവള മിന്നുന്ന കുപ്പായോ അറബീന മണക്കുന്ന അത്തറും ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച സാക്ഷാൽ പ്രേം നസീർ അല്ലേ? 65 വയസ്സുള്ള പ്രേം നസീർ. നമ്മളെ കൽബ് ഓക്ക് വേണ്ടി പെടപെടക്കണത് ഓൾ അറിയണില്ലല്ലോ. എന്റെ സ്വത്തും സമ്പത്തും മുഴുവനും ഓക്ക് മെഹറായി കൊടുത്താലും വേണ്ടൂല. അപ്പൊ ഞമ്മക്കൊന്നും ഉണ്ടാവൂലേ? ഉറപ്പല്ലേ? ഉറപ്പ്. കൈവിട്. ഞാൻ മരിച്ചാലും ഞാൻ അവളെ കൈവിടൂല. എന്റെ കൈവിട്. പറയട്ടെ, ഓക്കൊരു സമ്മാനം കൊടുത്താലാ? എന്ത് സമ്മാനം? വലിയൊരു സമ്മാനം കൊടുത്താ വീണ് പോന്ന സമ്മാനം. പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമരപ്പൂ പൈതല്ലേ. ആയിഷക്കുട്ടി, പാട്ടുകാരിക്കിന് ഇഷ്ടം പോലെ പാട്ട് കേൾക്കാം, ഇഷ്ടം പോലെ പാട്ട് പാടാം. ഇത് മമ്മൂട്ടി സാഹിബിന്റെ സമ്മാന. മേടിക്കുമോളെ, മേടിക്ക്. മേടിച്ചോ? അങ്ങനെ കെട്ടാൻ നടക്കുന്നു. ഉപ്പൂപ്പന്റെ പ്രായം നമ്മക്കല്ല, മമ്മൂട്ടി സാഹിബിന് ആയിഷയോട് ഒരു പൂതി. ഇനി വൈക്കണ്ട, ചാണകവെള്ളത്തിൽ കുളിപ്പിക്കും ഞാൻ. നിങ്ങളുടെ ചാണകവെള്ളത്തിലാ കുളിക്കല്? അതാ എത്ര നാറ്റം. നിങ്ങൾ ഉപ്പാക്കിത് എന്തിന്റെ കട മുനീക്ക? അണ്ണാച്ചി മുനീർ. ദേഷ്യത്തിലാണ്. ഇതിപ്പോ നാട്ടിൽ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഒരാൾ രണ്ടാം കെട്ട് കിട്ടുന്നത്, അതും ഇവരുടെ കൂട്ടർ തന്നെ. 4 കെട്ടി ആജിക്കുണ്ട് നമ്മളെ നാട്ടിൽ. അതന്നെ. ഉപ്പ 2 കേട്ടിട്ടേന്ന് ഒരു ഗമയല്ലേ? ഗമയൊക്കെ തന്നെയാ. പക്ഷേ ആയിഷന്റെ കൂടെ പഠിച്ച ഒരേ ക്ലാസ്സിൽ. അപ്പൊ ഈ ടെൻഷനുള്ളിൽ അങ്ങനെ ഒരു ട്രാജഡി ഉണ്ടല്ലേ? കഷ്ടം. അത് മാത്രല്ലണേ, പിന്നെ ആയിഷക്ക് പണ്ട് ഞാനൊരു ലവ് ലെറ്റർ കൊടുത്തിന്. ബെസ്റ്റ്. അത് കലക്കി. എന്നിട്ടെന്താ? ലൈനാക്കാൻ നോക്കിയാളെ ഉമ്മയായിട്ട് വരും, രണ്ടാനുമ്മ. ഇനിയൊരൊറ്റ വഴിയുള്ളൂ, ഉമ്മച്ചിയെ വിവരം അറിയിക്കണം. ആ വാല് താങ്ങി ഏറുമുള്ളാണ് ഇവിടുന്ന് ഓടിക്കണം. എനിക്കറിയാം, നമ്മളെ പുയ്യാപ്പിളനെ 2ാം കെട്ട് കെട്ടിക്കാൻ നടക്കുന്ന ഇയാള്. ഏതാ പെണ്ണ്? ആരോടും പറയണ്ട, നമ്മളെ തൈപ്പറമ്പത്തെ ആയിഷ. നിങ്ങൾക്കെന്താ പിരാതുണ്ടാ? ആ ഹൂറി പോലത്തെ പെണ്ണിനെ ഫോറി ബബുട്ടി കെട്ടാറാ? കെട്ടും. കെട്ടിയാ ഞമ്മള് വെട്ടും നിങ്ങളെ ബാലി. ഓര് പറഞ്ഞേട്ടാ നിങ്ങളെ ബാല് വെട്ടു. വെട്ടിക്കോട്ടെ, നമുക്ക് വാലില്ലല്ലോ. അല്ല, വാല് ഞായി പോയാ? തൊണ്ടന്റെ ഒരു പൂതിയെ. ഇങ്ങനെ ചിരിക്കണ്ടട്ടാ, എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തിന്? എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെങ്കില് ആരെങ്കിലും അറിഞ്ഞാല്. അറിഞ്ഞാൽ എന്താ ആയിഷ? നീ എന്റെ പെണ്ണാ, എന്റെ മാത്രം പെണ്ണ്.
എൻ്റെ സുന്ദരി പെണ്ണെ, അയാൾ നിന്റെ മൊഞ്ച് കണ്ട് കൊതിച്ചു പോയെങ്കിലേ അതിനയാളെ കുറ്റം പറയാൻ പറ്റില്ല. നിന്നെ കണ്ട് ആരും കൊതിച്ചു പോകും. ഈ തൊണ്ടച്ചൻ പാറയ്ക്ക് നമ്മുടെ ഇഷ്ടം അറിയാം. ഈ കുന്നും പുറത്തിനും കുന്നോത്ത് പറമ്പിനും നമ്മുടെ പ്രണയത്തിന്റെ ആഴം അറിയാം. ആയിഷ മുന്നയുടെ പെണ്ണ, മുന്നയുടെ മാത്രം പെണ്ണ. ഒന്നും പേടിക്കണ്ട, മംഗലം കഴിപ്പിക്കുന്ന കാര്യം നമ്മൾ ഏറ്റു, ബേജാറ് വേണ്ട. പിന്നെ നമ്മളെ മോനെ ഗൾഫിൽ കൊണ്ടുവന്ന കാര്യം ബിസേന്റെ കാര്യമൊക്കെ ഓക്കെയാണ്. അത് മതി. തളരരുത്. നട്ടുച്ച നേരത്ത് രണ്ടിനും ഭ്രാന്തളിയ, ചോദിക്കാനും പറയാനും ആളില്ല എന്ന വിചാരം. നമ്മളെ കടലില് കരിയോന്ന് വെച്ചിട്ട് അവള് പോണത്. അങ്ങനെയൊന്നും ആ പഹയത്ത് കൈവിട്ട് പോവില്ലാന്ന് വയ്യുണ്ട്. എന്ത് വയ്യേ? അല്ലാതെ ഞാൻ ജീവിക്കൂല, ഞാൻ മരിച്ചു കളയും. ബടക്കാക്കി തനിക്കാക്ക. എന്തെന്ന്? ബടക്കാക്കിയാല് തനിക്കാക്കാന്ന്. മുന്നയും ആയിഷയും പ്രേമത്തിലായേ. നീ പറയുന്നു. എല്ലാരും വരട്ടെ. നമ്മൾ ഈ രണ്ട് കണ്ണുകൊണ്ടും കണ്ടതല്ലേന്ന് തൊണ്ടച്ച പറയില്ലേ? അതിന്റെ മറവിൽ രണ്ടാളും കൂടി കെട്ടിപ്പിടിച്ച് നിക്കണ്. കാണാൻ പാടില്ലാത്ത ആ കണ്ട് ഞമ്മളെ കണ്ടപ്പോ എണീറ്റോടിക്കളഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ? എന്തായാലും ക്രമസമാനം തകരാൻ ഞാൻ സമ്മതിക്കൂല. ഗുരുമാലെ പറ്റിലെഴുതിക്കോ. കുഞ്ഞാലി ഒന്നിങ്ങ് വന്നേ. എന്തേനു അറിഞ്ഞിട്ടില്ല. ഓന് ഓടും തമ്മിൽ ഭയങ്കര ഇത്താന്ന്. നീ പറയുന്ന നേരാ? എനിക്കത് കളവറേണ്ട ആവശ്യം. ഓന് ഓടും തമ്മിൽ ഭയങ്കരമായിട്ട് പാടാം. എല്ലാരും അറിഞ്ഞില്ലേ പുന്നാരമോളുടെ കഥകള്? ഞാൻ പറഞ്ഞേക്കാം, മാനം കളയാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന പുന്നാരമോള്. ഇനി ഞാനോടെ പോവാന്ന്. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. വിശ്വസിച്ചു പോയില്ലേ ഞാൻ. പുളിങ്ങമ്മിലെ ചെക്കനെ പിടി. ടൈപ്പർമ്പത്തെ പെണ്ണ. വിവരറിഞ്ഞ പേരട്ടംസ വെറുതെ ഇരിക്കുവോ? ഇല്ല, പേരട്ടംസ വെറുതെ ഇരിക്കൂല, മുന്നയും വെറുതെ ഇരിക്കൂല. എന്തേ? പേരട്ടംസ കഥ അറിഞ്ഞാല് കണ്ടോളി ഇങ്ങള് കളി. പേരട്ടംസ അറിഞ്ഞാ എന്താ ചെക്കന്റെ മൂക്കം ചെത്തുവോ? ഗുളിക. പോയി തൊലയട്ടെന്ന്
ഒരിക്കാക്കെന്റെ കെട്ടിയോളും മോളും. പോകഞ്ഞ കൊള്ളി പുറത്ത് ആ എന്നെ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുക? എങ്ങനെ പറഞ്ഞാൽ എന്താ? എനക്ക് ആ വിഷയത്തിൽ താല്പര്യമില്ല. കെട്ടുന്നതാ ചെക്കനാ മുന്ന. ഓനാള് മിടുക്കനാ, പഠിപ്പുള്ളവനാ, അത്യാവശ്യം വായനശാലയിലും മറ്റും പോക്ക് വരവുണ്ട്. പോരാത്തതിന് ഉപ്പുപ്പാന്റെ പുന്നാര മോനും ആ തെറിസരും കൂടി ഉണ്ട്. അവരെല്ലാം നിങ്ങളെ ശത്രുക്കളാണല്ലോ. ഓൻ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞ ആയിഷേനെയും കൂട്ടി ഉപ്പാന്റെ സ്വത്തവകാശം ചോദിച്ചു വരില്ല എന്ന് വല്ല ഉറപ്പുണ്ടാ? അല്ല, നിങ്ങക്കെന്തായാലും ഇത്ര താല്പര്യം? നമ്മളെ കൂട്ടരോടുള്ള ഇഷ്ടം, പിന്നെ തൈപ്പറമ്പുകാരോടുള്ള ബഹുമാനവും. തൈപ്പറമ്പുകാരുടെ അഭിമാനം നോക്കണ്ടേ? മുന്നാന്ന് പേരുണ്ടായാൽ മാത്രമോ നമ്മളെ ആളാവോ? കുഞ്ഞിപ്പള്ളിന്റെ അടുന്ന് കളഞ്ഞു കിട്ടിയതല്ലോനാ, ഇങ്ങൊക്കെ ഒന്നും ഓർമ്മയില്ല. ഞാൻ വേണ്ടത് ചെയ്തോളാം, നിങ്ങൾ പോയിക്കോളി. വലിഞ്ഞ വലിഞ്ഞ തറവാട്ടിന്ന് പുറത്താക്കിയെങ്കിൽ ഈ പന്നി എന്റെ ഇക്ക കൈമുട്ടിയാക്കന്റെ മോളാ. വേണ്ടാധീനം കാണിച്ച് കുടുംബത്തിന്റെ മാനം കളഞ്ഞാലേ ഓളത്തിക്കളഞ്ഞേ ഈർച്ചവാളുടെ മൂർച്ചള്ളങ്ങളെ നാവന്റെ അണ്ണാക്കി ഇറങ്ങിപ്പോയോ ഒരു ഉമ്മിമോളും. ഞാൻ ചൂണ്ടിക്കാണിച്ചു തരുന്നോനെ കെട്ടിയാ മതി ജന്തു. എന്താണ്ടി തുറച്ചു നോക്കണ്? ഒന്നാളും ഞാൻ ഇല്ല അംസ, അംസ പോട്. അവൾ ആരുടെ കൂടെയും പോവൂല. വാക്കാണല്ലോ, അറിയാലോ അംസനെ. വണ്ടിറ എടാ ഇതിപ്പോ എപ്പാലും നാട്ടുകാരറിയും. അതറിയും. ഇത് കുറച്ച് നേരത്തെ അറിഞ്ഞെന്നങ്ങ് വിചാരിച്ചാൽ മതി. അത്രേ ഉള്ളൂ കാര്യം. നമ്മളില്ല നിങ്ങളുടെ കൂടെ. നീ പേടിക്കണ്ട, ഞങ്ങളില്ല കൂടെ. മുന്ന തല കണ്ടപ്പോഴേ ആരോ വലിച്ചെറിഞ്ഞൊരു ചെക്ക. തൈപ്പറമ്പിലെ പെണ്ണിനെ ഭയപ്പിക്കാൻ മാത്രം നീ അത്ര വലുതായി പോയില്ല. എനക്കുള്ള ഇഷ്ട, പക്ഷെ പഴപ്പിച്ചിട്ടില്ല. കരളിൽ കൊണ്ട് നടക്കുക ഇപ്പോഴും. എന്തെന്നാ നീ പറഞ്ഞേ? എന്തെന്നാണ്ടാ നീ പറഞ്ഞേ? ഏതാന്റെ മതം? ആരാന്റെ ബാപ്പ? ഏതാന്റെ മകന്? ഹംസക്ക വെറുതെ വായിത്തോന്ന് വിളിച്ചു പറയല്ലേ. ഓ എന്നാ ചെങ്ങായിമാരൊക്കെ നല്ലോണം കേട്ടോൾടി. നാട് വിട്ടുപോയാ ഓനിക്ക് നല്ല, അല്ലെങ്കി കൂത്തിയാണ്ട് കൊല്ലും ഞാൻ. ഭീഷണിയൊന്നും വേണ്ട, ഇത് നമ്മളെ ചങ്ങായിയാ. ഈ ചങ്ങായിക്ക് വേണ്ടി നമ്മൾ മരിക്കും. ഓരിടാ മുന്നേ ഓലക്ക പറഞ്ഞു ഇവനുണ്ട് നമ്മളെ പേടിപ്പിക്കുക. ഈടെ മതവും ജാതിയെല്ലാം ഉണ്ടായിക്കോട്ടെ, പക്ഷെ മനുഷ്യനെക്കാളും വലുതായി പോറ്. ഇതൊരു നടക്കൊന്നും തീരും തോന്നില്ല. ഒരു പണി കണ്ട് കൊടുക്കേണ്ടി വരും. ചെയ്യാക്ക വണ്ടിട്. പേരട്ട ഹംസ കളത്തിലിറങ്ങി. ഇനി മൂന്നിന്റെയും പരിപ്പളക്കും. ഓരൊരു പാവാ.
ആര്? മുന്നാക്ക. അതെ. ഓനെന്റെ ശത്രുവാ. എന്റെ ശത്രു നിങ്ങളീ ശത്രുവാ. ഒരു മുന്ന കേട്ട് കേട്ട് മടുത്തു. ഓനിക്കെന്താ കൊമ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. കുലുമാലിന്റെ കടയിൽ നിന്ന് നല്ല ചൂട് പൊറോട്ടയും ബീഫ് കറിയും വേണോ അതോ വായി നോക്കിന് വേണോ നിങ്ങക്ക്? പൊറോട്ടയും ബീഫും. നിനക്കോടി? വാടാ പോവാം, ബീഫ് തീർന്നു. പൊറോട്ടയും ബീഫും പൊറോട്ടയും ബീഫും ഞാനാരാ മോൻ? എന്നോടെ ഇവിടെ കളി. പൊക്കറുക്ക വന്ന് പടിമേളങ്ങിരുന്ന് കിസ രണ്ട് പറഞ്ഞ് മുഖമൊന്ന് കിളുമ്പി നാളെയും വരണേ പോക്കറുക്ക, മീനും കൊണ്ടുവരണേ എന്നെ പോക്കറുക്ക, മീനും കൊണ്ടുവരണേ എന്റെ പോക്കറുക്ക, മീന് 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 അതിലെ മത്തിക്കൊഞ്ച് മുളകിട്ട് വരട്ടി നല്ല പൊക്കറുക്ക സ്റ്റൈലേ, മീന് 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 അതിലെ മത്തിക്കൊഞ്ച് മുളകിട്ട് വരട്ടി നല്ല പൊക്കറുക്ക സ്റ്റൈലേ, പൊക്കറുക്ക വന്ന് അയ്യോ സൂക്ഷിച്ചും കണ്ടു നടന്നാ അനക്കൊക്കെ നല്ല. അസ്സലാമലൈക്കും. അപ്പൂപ്പ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. എടപ്പോ ഇങ്ങളെ പോറ്റുമോൻ കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ? ഇത് ശിങ്കിടികളെ കൊണ്ട് എന്റെ കുട്ടിയോളെ തല്ലി ചതച്ചേന്. ഇനി വേണ്ട, ഇതോടെ നിർത്തിക്കോണം എന്റെ കയ്യാങ്കളി. പരസ്പരം ഇഷ്ടപ്പെടുന്നത് ഒരു തെറ്റൊന്നുമല്ല. കുട്ടികൾക്ക് തമ്മാമിൽ ഇഷ്ടമാണെങ്കിൽ അവരൊരുമിച്ച് തന്നെ ജീവിക്കും. അത് തടയാൻ പറ്റൂല അംസാനക്ക്. അല്ലെങ്കിൽ തന്നെ നിന്റെ മരിച്ചുപോയ ഇക്കാക്ക അഹമ്മദ് കുട്ടിയുടെ മോള് എന്നു മുതലാടാ നിന്റെ സ്വന്തക്കാരിയായത്? ഇത്രയും കാലം ജീവിച്ചനുഭവിച്ചിട്ടും ജീവിതം കണ്ടിട്ടും പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ്ടാ നിനക്കൊക്കെ മനുഷ്യജന്മം? പാടി തികഞ്ഞൊരു ദിവസം വരും. അന്നാ തല ഞാൻ എടുത്തോളാം. ഒരു പൂപ്പ. ഓന്റെ വാക്ക് നാട്ടുകാരെ വാക്കാണൂല്ലോ, ഓന്റെ വാക്ക് നാടിന്റെ വാക്കാണൂല്ലോ. ഈ അവക്കറിനെ വിളിച്ച് ഈടെ മൊത്തം പോത്തുകളും മുക്കറിടുകയെന്ന് പറയും. പഠിച്ചോനെ, നിങ്ങള് വീണ്ടും കുഴപ്പമുണ്ടാക്കല്ലേ. ആ ഒത്തേക്ക് ചെന്ന് പറഞ്ഞ പണിയെടുക്കടേ. ഓം വരും. അവക്കർ മൂര്യവക്കർ. കണ്ട കണ്ട ആളെത്തി. വരുന്ന വരവ് കണ്ട. നല്ല പച്ച കാഞ്ഞിരം പോലത്തെ ബാല്യക്കാര്. എന്നിട്ട് ഓറഞ്ച് കുപ്പായാണല്ലോ. നീ പോടാ. അസ്സലാമലൈക്കും. എന്താണ് കമ്മിറ്റിയൊക്കെ ഹാല്? ഓ നല്ല വയ്ക്കാൻ വിൽക്കാൻ കൊടുക്കണോ വേഗോ? ചായ
കൂരിയ പോക്കറ് അംസന്റെ ഓള് ബീവിന്റെ അകന്ന ബന്ധത്തിലുള്ള അസല് പോക്കിരി പേരട്ടെ അംസന്റെ വലം കയ്യാ നിന്ന് സകല കുരുത്തക്കേടും കാണിക്കുന്നേ. നീ വെറുതെ വേണ്ടാത്ത പറഞ്ഞ് കുലുമാലാക്കണ്ട. അല്ല കുലുമാല നീ പോടാ ബാലിതാങ്ങി വിവരം കേട്ടോ. കിട്ടുമ്പോ എല്ലാവരും കിട്ടും. കുരുവി അവന്റെ കരിമ്പട്ടിയാലുണ്ടെന്നാ ഞാൻ കേട്ടത്. എന്തെങ്കിലുമൊക്കെ നടക്കും. ഞാൻ മമ്മൂട്ടി സാഹിബിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. പേടിയുണ്ടോ നിനക്ക്? എന്തിനാണ്ടാ പേടിക്കുന്നത്? ആരെയും പേടിക്കരുത്. മനസ്സിൽ നന്മയുണ്ടെങ്കിൽ പടച്ചോനടക്കം നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളിപ്പോ എന്താ ചെയ്യാ? ഐഷ വരും. വരട്ടെ. ആശ ആശ ഐഷ മുന്നേക്കുള്ളതാ. നിങ്ങളുടെ ഇഷ്ടം ആർക്കാണ്ടാ തടയാൻ കഴിയുക? നീ നിന്റെ പ്രേമം ഇവക്ക് കൊടുക്ക്. മരിക്കോളം പ്രേമത്തെ ചേർത്ത് പിടിക്ക്. ആയിഷ, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കണം. ഒളിച്ചോടാതെ ആരെയും പേടിക്കാതെ ജീവിക്കണം. അതിന് നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. അതിനെ കബറിന്റെ ഔത്തേക്ക് എടുക്കേണ്ടി വരും. ഹംസേ, നിന്റെ ഗുണ്ടായിസ് അവളോട് വേണ്ട. ധാര മോളാണടാ എന്റെ അക്കാക്കാന്റെ മോള്. ഓരോ പാപ്പ നാട്ടുകാരെ ദൈവാണ് പോലും അണി കൂട്ടിക്കൊടുപ്പാന്ന് മാത്രം. ഹംസക്ക വേണ്ട, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഐപ്പർമത്തെ പെണ്ണിനെ കണ്ടിച്ച് തുള്ളണ്ട. ഹംസക്ക് ജീവനുള്ളിടത്തോളം കാലം അന്റെ പൂതി നടക്കൂലടെ. അധികം വളഞ്ഞാലേ മൂരിനിറക്കും പോലെ അർത്താളും. ഒത്തൊരു പോത്തിന് ഒറ്റയ്ക്ക് ഇറക്കണോനാ ഭം കെട്ടും ആയിസാനെ. ആടേ ഓള് നിനക്കുള്ളതാ. ഉപ്പിണ്ടാത്ത് അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ജമീല, ഒരു ചായ എടുത്തേ. ചായ ഒന്നും വേണ്ടേനു. അല്ല വന്നോട്ടെ. അല്ല, ഇന്നലെ നിങ്ങൾ എത്ര രൂപ മേടിച്ചു? 50 അല്ലേ? 50? അല്ല 100. 100. അതെ, 100 തന്നെ. അതൊക്കെ എഴുതുന്നുണ്ടാ? പിന്നെ എന്നാ പിന്നെ ചായ വേണ്ടേനോ? അതിന്റെ പൈസയും കൂടി എഴുതല്ലോ. ചായ വേണ്ട. എന്നാ പോവാ. വാ. നടക്കി. ചെരുപ്പാ ചെരുപ്പ്. നിങ്ങളെ പുന്നാരമായി നല്ല ഉഷാറാണല്ലോ. കത്തിയും കൊണ്ടാ നടക്കുന്നത്. ഒക്കെ എന്റെ മംഗലൊക്കെ നമുക്ക് ഉസാറാക്ക. മംഗലം കഴിഞ്ഞാല് ഞാൻ വിളിച്ചോടത്തും പറഞ്ഞോടത്തും ഉണ്ടാവാനോ. അല്ലാണ്ട് ഓക്കാടെ ഇരിക്കാൻ നിക്കരുത്. മനസ്സിലായിക്കണ? ഇതെന്തപ്പോ ഈ നേരത്ത്?
ഇത്രയും കഷ്ടപ്പെട്ടത് ഞാൻ, എന്നിട്ടിപ്പോ ഈ എടുത്ത തീരുമാനം വളരെ മോശമായിപ്പോയി. എന്തേനു പ്രശ്നം? വെള്ളം കോരിയത് മുഴുവൻ ഞമ്മള് ആ പാവം പെണ്ണിനെ ഈ മൂരിക്കാണ് കെട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ആർക്കാണ് കെട്ടിച്ചു കൊടുക്കണ്ടേ? ഓളെ ഞമ്മക്ക് പെരുത്തിഷ്ട. ആയിഷ ഞമ്മളെ രണ്ടാം വീടരായിട്ട് വേണേനു. ഓളെ ഞമ്മള് കെട്ടിക്കോളാ. വയസ്സുകാലത്ത് കേട്ടാ നടക്കണം. തളരരുത്. ഇനി തളർന്ന ആയിഷ നിങ്ങളെ കിനാവില് മാത്രാവും. ബോംബ് പൊട്ടിക്കട്ടെ. ഇനി ഞമ്മളെ തല്ലരുത്. എറമുള്ളാൻകാക്ക് ഒരു കഥ പറയാനുണ്ട്. കഥ കേൾക്കാൻ ഞാൻ ഇവിടെ സിനിമ ഉണ്ടാക്കില്ല. നടന്ന കഥയാ. ഒരു യഥാർത്ഥ സംഭവത്തിന്റെ ദൃശ്യാവിഷ്കാരേനു. ഒരു വെടിക്കുള്ള മരുന്നൊക്കെ ഞമ്മളെ കയ്യിലുണ്ട്. ആയിഷനെ ഈ ഫോറിൻ മമ്മൂട്ടി മംഗലം കഴിക്കും. മഹറെന്ത് വേണം ചോദിച്ചാ മതി, ഈ മമ്മൂട്ടി സാഹിബ് തരും. ഇക്ക ഞമ്മക്ക് പോയിക്കൂടെ? പിന്നെന്താ. ആയിസാനെ ഓൻ കെട്ടിക്കോട്ടെ. ഓക്കതാ നല്ലത്. നീ കെട്ടണ്ട. അയാളെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ? ആരെ? വേറെ ആരെ? ആ പഞ്ചാരരാമൻ ഫോറിൻ മമ്മൂട്ടിനെ. എൻ്റെ ഉപ്പയായി പോയി, അല്ലെങ്കിൽ ഞാൻ കൊന്നേനെ. പിന്നെന്താ ചെയ്യാ? എന്തെങ്കിലും വഴി കണ്ടെത്തണം. കല്യാണം മുടക്കണം. അതെ, അതിനെന്താ ഒരു വഴി? നമുക്ക് പൊറോട്ടയും ബീഫും കഴിച്ചാലോ? എന്നിട്ടാലോചിക്കാം. നല്ല വഴി. വിശന്നിരുന്നാലേ ഐഡിയ ഒന്നും വരില്ല. ശരിയാ. എന്നാ വാ. ഓളെ കൊന്നു കളഞ്ഞേക്ക്. ഓളെ വാപ്പാന്റെ വയസ്സുള്ളാക്ക് കൊടുക്കുന്നതിലും നല്ലതാ. വയസ്സ് കുറഞ്ഞ ഞങ്ങള് കുറെ ഒലത്തേനി. ആശാന മുന്നക്ക് കൊടുത്തേക്ക് ഹംസേ. ഒരെവിടേലും പോയി ജീവിച്ചോട്ടെ. സ്വന്തം കെട്ടിയും വിഷം കുടിച്ച് തീർന്നതും ആകണ്ടായിരുന്ന ചെക്കെ ഒയേ ചാടി ചത്തതും ഒക്കെ നിങ്ങളെ സ്വഭാവത്തിന്റെ കുണം കൊണ്ട. അന്നേ ഞാൻ പറഞ്ഞത് കേട്ടനുസരിച്ച് നിന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവൂലേനി. സ്വന്തം കെട്ടിയോന്റെ അനുജന്റെ കിടക്ക പങ്കിടാത്തോണ്ടെന്ന് പറ ഹംസേ. അതുകൊണ്ടല്ല എന്റെ മുമ്പിൽ നമ്മള് മോശക്കാരിയായത്. എത്തിമോ ഞങ്ങളെ കുടുംബത്ത് കെറ്റി നിക്കാക്കല്ല ഞാനാ. അത് നിങ്ങളെ ചേല് കണ്ടിട്ടെന്നെ
ഒന്നും കാണാതെ അംശ എന്തെങ്കിലും ചെയ്യോ താത്ത? നായിന്റെ മോനെ മറക്കണം, എന്നിട്ട് മമ്മൂട്ടി സാഹിബിനെ കെട്ടണം. ഞാൻ അനാഥ ചെക്കന്റെ കൂടെ പോയിണ്ടെങ്കിൽ ഞാൻ പോവില്ല. ഉമ്മച്ചിനൊന്നും ചെയ്യലടാപ്പാ. ആരെയും കൊല്ലല്ലേ. നമ്മൾ ആരെ വേണേലും കെട്ടിക്കോളാം. നിങ്ങൾ പറയുന്ന പോലെ നിന്നോളാപ്പാ. പടച്ചോനെ കാത്തോളി. ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, വിളിച്ചാ മതി. എന്നെയല്ല പടച്ചോനെ, എനിക്ക് വർക്കുന്നു. ഇപ്പൊ ഇറങ്ങാൻ പറ്റില്ല, നിങ്ങൾ ഇറങ്ങിക്കോളി. സാഹിബ് ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. ഞാനും ഇറങ്ങാം. എന്താ ഒരു വിറയില്? ഭയങ്കര തണുപ്പല്ലേ? ഉപ്പൊക്കെ സുഖം തന്നെയല്ലേ? തൈപ്പറമ്പത്ത് അഹമ്മദ് കുട്ടി അറിയോ അനക്ക്? ഓന്റെ പുന്നാര മോള ആയിഷ പണിയൊന്നും എടുക്കാണ്ട് തേരാപ്പാരാ നടന്ന ഒസാൻ കുഞ്ഞാക്കാന്റെ മോൻ മമ്മൂട്ടിയെ കടല് കടത്തി ഫോറിൻ മമ്മൂട്ടിയാക്കിയ അഹമ്മദ് കുട്ടി എന്ന മനുഷ്യന്റെ മോള്. സമപ്രായക്കാരൻ ചങ്ങാതിയുടെ മോളെ തന്നെ അനക്ക് കിട്ടണമല്ലേടാ? തല്ലരുത്, ആയിഷക്ക് ഇഷ്ട ഞമ്മളെ കെട്ട. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അത് നടക്കൊന്നും നിരീക്കണ്ട. ഇഷ്ടല്ലെങ്കിൽ ഞമ്മൾ മാറി തന്നേക്ക. എടാ ചന്തു, എനിക്കിപ്പോഴും സിഗരറ്റ് വലിക്കണം. നിക്ക് നിക്ക് നിക്ക്, ഇത് മുന്നാക്കാം. അണ്ടി പോയ അണ്ണാനെ പോലെ നിക്കണോക്ക്. അയ്യോ, ഫോറിൻ മമ്മൂട്ടി. അയ്യോ മോനിക്ക, കൊഴപ്പാവാ? മോനെ മുന്ന ഓനിപ്പ മുന്നിലല്ലോ, നിങ്ങള് പിന്നിലല്ലേ? ഉപ്പാനെ പേടിച്ചു വിളിക്കുന്ന ഒരു തെമ്മാടി അണ്ണാച്ചി മുനീർ. വടി കൊടുത്ത് അടിവാങ്ങാനുള്ള പരിപാടിയാ ഉപ്പ. എന്നോട് എന്തിനാ മോനെ പിണക്കോ? എങ്കിപ്പോ എന്താ വേണ്ടേ? മൂപ്പർക്ക് വേണ്ടില്ല, നീ കൊടുത്തില്ലേ, പിന്നെ എന്നാ വേണ്ടേ? ഒന്നും വേണ്ട മോനെ. ഞാൻ എന്ത് ചെയ്യാനാ മോനെ? ഈ പറ. അവരെന്നെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചതാ. പിന്നെ ആയിഷക്കുട്ടിക്ക് ഇന്നെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് സമ്മതിച്ചു. അതെ, ആസനത്തിൽ ആല മുളച്ചാലേ അത് ഇയാൾക്ക് തണലായിക്കൂ. അതിന് ആലെടുത്തു ബാലെടുത്തു, അതങ്ങ് മുളച്ചോളൂ. അടി ഉറപ്പിച്ചു. ഓ, ഒന്ന് വേഗം. പിള്ളേര് കൈവെക്കോ, മുങ്ങാനും പറ്റണ്ടായല്ലോ. പടച്ചോനെ, കുടുങ്ങിയോ? ആയിഷ മുന്നക്കുള്ളതാ, ഓന്റെ പെണ്ണ. വയസ്സുകാലത്ത് തല്ലും വാങ്ങി അട്ട നോക്കി കിടക്കാനാക്കറ്. ഇല്ല, മേത്ത കൈ വെക്കരുത്. ആയിഷ
രണ്ടടിന്റെ കുറവുണ്ട്. ഈ ഉപ്പാക്കെന്താ ഭ്രാന്തായിക്കണം വെറുതെ അടി വാങ്ങിക്കൂട്ടാൻ. ആയിഷ എന്ന ഭ്രാന്ത്. ഭ്രാന്ത് മനസ്സിലാക്കാനുള്ള വയസ്സ് നമുക്കായിട്ടില്ല. എനക്കായിന്. ആ വാ. വലിയ ആള്. പ്രമാണിമാരെല്ലാം ഓന്റെ ഭാഗത്തായോണ്ട് നേരിട്ടൊരു ചർച്ച നടക്കൂല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും ഇന്ന് രാത്രി തന്നെ. ഓരെല്ലാം കൂടിയിട്ട് ഓളെ കൊല്ലാക്കൊല ചെയ്യും. ഓളെ മംഗല കഴിപ്പിക്കലല്ല അയാളുടെ ഉദ്ദേശം. സ്വത്തിന് അവകാശികളെ ഇല്ലാതാക്കല. ആ ഇനി വേണ്ടാത്തൊന്നും ആലോചിച്ച് കൂട്ടണ്ട. എല്ലാം കലങ്ങി തെളിഞ്ഞു വരും. ഓള് നിന്റെ പെണ്ണാണ്ട. ഞാനിപ്പോൾ തന്നെ പോവും. ഓളെ ഏത് സ്ഥലത്ത് ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടുവരും. നീ പോണം. നിന്റെ പെണ്ണിനെ നീ തന്നെ രക്ഷിക്കണം. പക്ഷെ ഈ രാത്രിയിൽ വേണ്ട. നാളെ രാവിലെ ആണുങ്ങളെപ്പോലെ അന്തസ്സായി നീ പോയി അവളെ വിളിച്ചിറക്കിക്കൊണ്ടുവരണം. അതെ. ഉപ്പുപ്പാ, എന്താടാ? നമുക്കൊരു പുര വേണ്ടേ? വേണം. ഒരു കൊച്ചു പുര. നാളെ ഞാൻ ആയിഷനെ കൂട്ടിക്കൊണ്ടുവരും. പതുക്കെ നമുക്കൊരു വീടുണ്ടാക്കണം. അതില് പുപ്പയും ഞാനും ആയിഷയും. നമ്മൾ 3 പേരും മാത്രം മതിയാ. പിന്നാര്? നിങ്ങളുടെ മക്കള്, മുറ്റത്തും പറമ്പിലും ഓടിക്കളിക്കണ നിങ്ങളുടെ പുന്നാര മക്കൾ. എന്താ പറയ്? ഓൻ ആയിഷയെ കൂട്ടാൻ പോവാ. കൂട്ടാ? അല്ല, ഈ കൂട്ടാന്നൊക്കെ പറയുമ്പോ വിളിച്ചിറക്കി കൊണ്ടുവന്ന് കൂടെ താമസിക്കാൻ തന്നെയാ പോന്നത്. അല്ല മോനെ, വിളിച്ചിറക്കി കൊണ്ടുവന്നെല്ലാം പറഞ്ഞാല് നടക്കുന്ന കാര്യാന്നോ? നടക്കും. അതെന്ത് നടക്കാത്തെ? ആണുങ്ങൾ പോയാൽ നടക്കും. അല്ല, ആരാ ഈ ആണുങ്ങള്? മുന്ന പിന്നെ ഞങ്ങൾ 2 ചങ്ക് ചങ്ങായിമാര്. ഉപ്പുപ്പ പറഞ്ഞിട്ടുണ്ട് ഓളെ വിളിച്ചോണ്ട് വരാൻ. പടച്ചോനെ പുലിക്കൂട്ടിലേക്കാണല്ലോ പോണത്. തിരിച്ചു വരുമ്പോ എങ്ങനെയാണാവോ? ആയിഷനെ ഒന്ന് കാണണം. ഓ ആയിസോ, അന്നത ഉപ്പാപ്പാന്റെ ചെക്കെ കാണാൻ വന്നിക്കണ്. ഇപ്പം വരേ. ആയിഷ, കാര്യം സുഖിച്ചയി അന്റെ ഒടുക്കത്തെ സുഖല്ലേ? ചാലക്കണ്ട മാറി. മുന്നേ വേണം നമുക്ക് തടഞ്ഞു മരിക്കണോ നാട് വിട്ടു പോണോന്ന് ഓൻ തീരുമാനിക്കട്ടെ. മമ്മൂട്ടിക്ക് കൊടുത്ത വാക്കിക്ക് മാറ്റാൻ പറ്റൂല. ഈ നായ്ക്ക് ഈ വീട്ടിൽ പെണ്ണില്ല. ഉമ്മാനൊന്നും ചെയ്യല്ലേ. നിങ്ങളെങ്ങോട്ടെങ്കിലും പോ. എനിക്ക് കാണണ്ട. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഇനി എന്നെ കാണാൻ വരരുത്. ആണകണക്കടാ ചിങ്കിടികള് വന്നിരിക്കുന്നത്.
നിക്കാൻ പറഞ്ഞേ നിക്കടാ, ഞങ്ങള് വരുന്നത്. എടീ എനിക്കെന്താ പറ്റിയേ? ഇതിൽ കൂടുതൽ എന്നാ പറ്റാൻ ഇനി തോറ്റോടുമ്പോ നമ്മളും കൂടി ഉണ്ടെന്ന് മറക്കരുത്. എന്നാലും തിരിഞ്ഞു നോക്കാനും എന്നിട്ട് മതിയാനും എന്റെ പിരാന്ത് പിടിച്ചിട്ടില്ല ഓട്ടോ. ഐഷ വന്നില്ല. പോയ ഉടൻ ഇറക്കിക്കൊണ്ടുവരാന്ന് കരുതിയല്ലേ? ഓളൊരു പെണ്ണല്ലേ മോനെ. ആരും സഹായത്തിനില്ലാത്ത സാത്താന്റെ കെണിയിലാവപ്പെട്ടു പോയ പാവം കുട്ടി. മോൻ തോറ്റുപോയെന്ന് വിചാരിക്കണ്ട. ജയിക്കും. പൊരുതി നേടണം മോൻ. പൊരുതണം മുന്ന. സ്വന്തം ജീവിതത്തോടും വിധിയോടും പൊരുതണം. അതെ, ഓക്ക് ഇഷ്ടായതുകൊണ്ടാണല്ലോ ഞമ്മളോളെ കെട്ടണത്. ഈ കൊട്ടാരത്തിലോള് രാജകുമാരിയാവും. മുന്നേന്റെ കൂടെ ആ പീഡിത്തിണ്ണൽക്ക് വിടണോളെ. നിങ്ങൾ അവനോട് കാര്യം പീഡനായിട്ടേ. അവര് തമ്മാമലി ഭയങ്കര ഇഷ്ടത്തിലാ മമ്മൂട്ടി. ഇഷ്ടം ഞമ്മളെ കിട്ടി കഴിയുമ്പോ അതൊക്കെ മാറിക്കോളും. അതന്നെ ഞമ്മളോളെ കെട്ടും. കെട്ടൂന്ന് പറഞ്ഞ കെട്ടും, കെട്ടിയിരിക്കും. ഞമ്മളിപ്പം ജീവിക്കണത് തന്നെ ഓക്ക് വേണ്ടിയാ. ഇത് കുലുമാലാവും. ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലപ്പാ. അതെ, പിരാന്തേരി മൂർത്തി പിടിച്ചിരിക്കുക. അയ്യേ വൃത്തിയോട്ടോ. അതെ, തല്ലണെങ്കിൽ തല്ലിക്കോ, ഞമ്മള് കൊണ്ടോളാം. ഓളെ കെട്ടാൻ വേണ്ടി ചാം വരെ ഞമ്മള് തയ്യാറാ. എന്റെ കയ്യിലേ ചപ്പ് പോലെ കായുണ്ട്. കായുണ്ട് ഈ ദുനിയാവിൽ, എന്താ നടക്കാത്ത? അതെ, എന്നാ ശരി, എണീച്ചോളി, എണീച്ചോളി. എന്തായി? നടക്കാനുള്ള സമയം വെറുതെ പോയി. അത് തന്നെ. ഒന്ന് വേഗം നടന്നാട്ടെ. നീ ജയിക്കുവോ തോക്കുവോ? ചെലപ്പം ജയിക്കും, ചെലപ്പം തോക്കും. ആരെ വരുന്നേ നോക്ക്. തൈപ്പറമ്പത്തെ കുട്ടികളല്ലേ? അതെ. നിങ്ങക്ക് എന്നെ അറിയാം? മുന്നാക്ക. അല്ല, നിങ്ങക്ക് എങ്ങനെ എന്നെ അറിയാം? നമ്മൾ ആയിഷാത്തിന്റെ സുൽത്താനല്ലേ, നമുക്കറിയാം. നിങ്ങളോട് മിണ്ടിന്ന് അറിഞ്ഞാല് പണിയടിക്കുന്ന നമുക്ക് അടി കിട്ടും. വാ. അല്ലപ്പ ഒന്ന് നോക്ക്. നിങ്ങളെ പേരെന്താ? ഞാൻ ഫാത്തിമ. പാത്തൂട്ടിന്ന് വിളിക്കൂ. നല്ല മൊഞ്ചുള്ള പേര്. എന്റെയോ? ഇസ്മായിൽ. എല്ലാരും ഇസ്മായിൽ നിന്ന് വിളിക്കുക. ചെക്കനെ ഒരു വട്ടപ്പേരുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മളെ മുന്നാക്കനെ കാണലുണ്ട്. നമ്മളോട് എപ്പോഴും മിണ്ടലുണ്ടല്ലോ. പാവ. ഉപ്പ പറയുന്നേം കേട്ട് മുന്നാക്കാനെ കെട്ടാണ്ടിരിക്കണ്ട. മുന്നാക്ക നല്ല ആളാ. നമുക്ക് എപ്പോഴും നാരങ്ങുട്ടായി വാങ്ങിച്ചിട്ടുണ്ടല്ലോ.
ഇത്താത്ത കൊടുക്ക്. എന്നാ ആയിഷാത്ത കരയല്ല, ഉപ്പ അറിഞ്ഞ അടിക്കും. വാ പോവാ. പോട്ടെ. ആയതിനാൽ പേരട്ട ഹംസ അന്യായമായി വീട്ടുതടങ്കലിൽ വച്ചിരിക്കുന്ന ആയിഷയെ മോചിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് മുന്ന ഒപ്പ് വിടും. ഈ അപേക്ഷ കിട്ടിയപാട് ഹംസ വിടും കേട്ടോ. ഓരോ ഊടായ്പ് കേസ് കൊണ്ട് വന്നിരിക്കുന്നു. എടാ ചെക്ക, അവരൊക്കെ വലിയ വലിയ ആളുകളാ. നോക്കിയും കണ്ടു നിന്ന നിനക്ക് കൊള്ളാം. ഏതായാലും SI സാർ വരട്ടെ. അങ്ങോട്ട് മാറി. ഇന്നെന്തെങ്കിലും നടക്കോ? അങ്ങോട്ട് മാറിക്കളാ. ചായക്കടയിൽ നിന്ന് പുട്ടടിക്കും ഇങ്ങനെയൊന്നുമല്ലല്ലോ പറയല്. എന്താടാ പ്രഭു, ആ പുറത്ത് നിൽക്കുന്ന കാമുകനെ ഇങ്ങോട്ട് വിളി. ശരി സാർ. ഡോ സാറ് വിളിക്കുന്നത്. വന്നല്ലോ സുന്ദരക്കുട്ടൻ. സാറേ, എൻ്റെ പേര് ഗോപാലകൃഷ്ണനാണ്. എല്ലാവരും എന്നെ കണ്ണെന്ന് വിളിക്കും. ഓ, ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ എന്ന കണ്ണൻ. കണ്ണ നിന്റെ പേരിലൊരു കംപ്ലൈൻറ്റ് വന്നിരിക്കുക. കുഞ്ഞികൃഷ്ണ മേനോൻ ആ പെങ്കൊച്ചിൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു. സാറേ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. ആണോ? എത്ര കാലമായി തുടങ്ങിയിട്ട്? കൂടെ പഠിച്ചതാ സാറേ. ഉവ്വ. എനിക്കൊരു ജോലി ശരിയാവുന്നുണ്ട്. ആ, ജോലി കിട്ടിയാൽ ഞാൻ അവളെ കിട്ടും, ആരെതിർത്താലും. പ്രഭു കേട്ടോ, ജോലിയും കൂലിയൊന്നും ഇല്ലാതെ ആ കല്യാണക്കളി. ആ, എത്ര വരെ പഠിച്ചു? PG കഴിഞ്ഞതാ സാറേ. ഉവ്വ, ഭയങ്കര. SI സാർ വരട്ടെ, നിന്റെ സൂക്കേട് മാറ്റിത്തരും. ഒരു കാര്യം ചെയ്യും, ഇനി ആ പെൺകുട്ടിയെ ഒരിക്കലും ശല്യം ചെയ്യാണ്ടിരുന്നാൽ മതി. മനസ്സിലായടാ? സാറേ, SI സാർ എത്തി. ആ കണ്ണൻ, ട്രെയിനിങ് എല്ലാം കഴിഞ്ഞായിരുന്നു? കഴിഞ്ഞു സാർ. വരൂ. ഇരിക്കൂ. ആ കുഞ്ഞിപ്പോക്കരെ, ഇത് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ. ഉടനെ സബ് ഇൻസ്പെക്ടറായി ചാർജ് എടുക്കും. സാറേ, എൻ്റെ പേരിൽ ഇവിടെ ഒരു പരാതിയുണ്ട്. ഓ, അതെനിക്കറിയാം. അത് ഞാൻ വേണ്ട വിധത്തിൽ നോക്കണം. സാറേ, എങ്കിലും ഞാൻ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സാറിനെ വന്ന് കണ്ടാൽ പോരെ? ഓ, ഓക്കെ. ശരി സാർ. സാർ, ഞാനിവിടെ ഒരു പരാതി കൊടുത്തിരുന്നു. സാറൊന്ന് അന്വേഷിക്കണം. അതിനാണല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നത്. എന്താ പേര്? മുന്ന. മക്കളെന്നാ ഇപ്പോൾ പോ. വേണ്ട വിധത്തിൽ ഞാൻ ചെയ്തോളാം. ശരി സാർ. വാ. മിക്കവാറും നാളെ അങ്ങോട്ട് വരും. വേണ്ട പോലെ ചെയ്യണേ. അസ്സലാമു അലൈക്കും. ഇക്ക, പോലീസ് എത്തിയിട്ടുണ്ട്. അതെ, അന്നവിടെ ആരും പൂട്ടി വെച്ചിട്ടില്ല. നിർബന്ധിച്ച് ഇവളെ മംഗലം കഴിപ്പിക്കണമില്ല. മനസ്സിലായിക്കണല്ലോ. വാ. ആയിഷ എവിടെ? മിസ്റ്റർ ഹംസ, നിങ്ങൾ എന്തിനാണ് പെൺകുട്ടിയെ പിടിച്ചു വെച്ച് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കുന്നത്?
ഞാൻ എന്ത് പറയാനാ സാറേ? ഞാൻ ഓളെ എളാപ്പിയ. നിങ്ങൾ ഓളോട് തന്നെ ചോദിച്ചു നോക്കി, ഓള് പറഞ്ഞോട്ടെ. സ്വന്തം ഇളയപ്പ സാറേ, പീഡിയത്തിൻ്റെ ഇവൻ്റെയൊക്കെ പൊറുതി, എന്നിട്ട് മാളികയിലെ നോട്ടം. ചോദിക്ക് സാറേ. ആയിഷ പറ, എന്താ സത്യം? ഇന്നാരും പൂട്ടിയിട്ടിട്ടില്ല. നിർബന്ധിച്ച് മംഗലവും കഴിപ്പിക്കുന്നില്ല. ഇവനെ അറിയോ? അതെന്റെ കായം പറിക്കണ്ട. ഇവിടെ കാണൂലല്ലോ. പാത്തു, അല്ല, എന്താ പരിപാടി? ഇങ്ങനെ നിരാശ കാമുകനായിട്ട് നിന്നാലേ ആയിഷാത്തനെ കിട്ടാൻ പോകുന്നില്ല. ആയിഷാത്ത പാവ. ആയിഷാത്തനെ ഉപ്പ കൊറേ തല്ലി കൊല്ലുന്നും പറഞ്ഞ്. ഉപ്പ കൊല്ലുന്നു പറഞ്ഞ കൊല്ലും. ആയിഷാത്തനെയും കൂട്ടിയിട്ട് ഏടക്കെങ്കിലും ഓടിപ്പോടുക്ക. ആ പഞ്ചാര ദുബായ്ക്കാരന് വിട്ടുകൊടുക്കല്ലേ. മക്കള് പേടിക്കണ്ട, ആയിഷ തന്നെ ആർക്കും വിട്ടുകൊടുക്കൂല. മക്കള് ചെല്ലേ. മീൻ കെട്ട പൂച്ചേന്റെ ചേലിക്കുണ്ടല്ലോ മോറ്. നിക്കവിടെ. എന്തെന്നത്? ഓ, തക്കാരം വാങ്ങാൻ പോയതല്ലേ നീ? തക്കാരം വാങ്ങാൻ പോയതല്ലേ നീ? ആരോട് ചോദിച്ചിട്ട് നീ തക്കാരം വാങ്ങാൻ പോയത്? മക്കള് മക്കളെ മര്യാദയ്ക്ക് വളർത്തിക്കൊണ്ടി ഒത്താശയ്ക്ക് പോയിക്കണ്. നാശങ്ങൾ കേറി പോടി കൊടുത്ത്. നമ്മളിഷ്ടം തന്നെ ഞമ്മക്ക് വലുത്. കെട്ടിയോളും മക്കളൊന്നും അതിന്റെ മോളില് വരാൻ പറ്റൂല. നിങ്ങളിങ്ങനെ നോക്കിക്കാതെ തിന്നോളി. അബുദാബിക്കാരൻ പുതുമണവാളൻ നിക്കാഹിനൊരുങ്ങി വരും. അല്ല, കുറച്ച് നേരം വൈകിപ്പോയി. ചായ തീർന്നിട്ടുണ്ടാവില്ല. അല്ല അല്ല അല്ലേ? ആലിന്താങ്ങി നടന്നോ? ഈ മംഗലങ്ങനെ കഴിഞ്ഞാ നിങ്ങളെ മയ്യത്തെന്റെ ഈ കൈകൊണ്ടായിരിക്കും. അല്ലോ, പടച്ചോനെ, പട മുഴുവൻ ഞമ്മക്കെതിരാണല്ലോ. കഞ്ഞി കൂടി മുട്ടിക്കുന്നാ തോന്നുന്നേ. പോത്തു, കുട്ടനും മട്ടനും കോഴി എല്ലാം വേണം. പിന്നെ പൊരിച്ചതും കരിച്ചതും ഇഷ്ടം പോലെ. പിന്നെ പോത്ത് ബിരിയാണി കോഴി ബിരിയാണി തിന്ന ആൾക്കാർ അന്തം വിടണം. കിട്ടാണ്ട് കിട്ടുമ്പോ എല്ലെണ്ണം വന്ന് നല്ലോണം നക്കിക്കോളൂ. ബിരിയാണിയേ. നിങ്ങളെ കല്യാണം, നിങ്ങളെ പൂതികള്, അപ്പൊ അതിന്റെ ചെലവും നിങ്ങളെന്നെ നോക്കേണ്ടി വരും. ഒന്നും കുറക്കണ്ടാന്ന്. പന്തലും അലങ്കാരും ഒക്കെ ജോറായിക്കോട്ടെ. 5ന്റെ കൈ നിങ്ങൾ ഇറക്കണ്ട, എല്ലാം ഞമ്മളേറ്റ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ മംഗലം കഴിഞ്ഞ ഉടനെ ഓളിയും കൂട്ടി ദുബായിക്ക് പറന്നോൾട്ടി. പറക്കും. ഓട്ടക്കാരൊന്നും ഇല്ലാണ്ട് ഓളമ്മ ഇവിടെ തെണ്ടി തിരിഞ്ഞ് മരിക്കണൊക്കെ ഒന്ന് കാണണം. ഇറങ്ങാ,
മാതി തിന്ന് ഒഴിഞ്ഞ് കൈ പിടിച്ചോ, ബാക്കി വണ്ടി നിന്ന. ഒന്നും പേടിക്കാനില്ല. പുയ്യാപ്പിളെ വേണ്ട പുയ്യാപ്പിളെ, നിങ്ങൾ വേറെ കെട്ടണ്ട. സമ്മതിക്കൂല, ഓളെ കെട്ടാൻ ഞമ്മള് സമ്മതിക്കൂല. പെടക്കോയി കൂവണ്ട. ആയിഷാനെ ഞാൻ കെട്ടു, എന്നിട്ടോളെ ദുബായി കൊണ്ടുപോകും. ആയിഷ ദുബായിലും ഇവിടെ ആവത്തേക്ക് പോസ് പറ. വെറുതെ എടുത്തു പോയതാ. വീരാങ്ക, നിങ്ങൾ അറിഞ്ഞ ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി. നിങ്ങൾ അറിഞ്ഞ ഇങ്ങോട്ട് വാ. കുലുമാലെ എന്തോ തീരുമാനിച്ചു. ഞാൻ തീരുമാനിച്ചത് ആര് കല്യാണം? മമ്മൂട്ടിക്ക നിങ്ങൾ അറിഞ്ഞ തീരുമാനിച്ചത് കല്യാണം തീരുമാനിച്ചത് ആരെ? ഫോറി മമ്മൂട്ടി. എന്തെന്നാണ് പറയണത്? ആയിഷ മംഗലം. എടോ ഇങ്ങനെ വെളിച്ചപ്പാട് വർത്താനം പറയണ പറയാണ്ട് ഒന്നുകിൽ കിതക്കി അല്ലെങ്കിൽ വർത്താനം പറയും. ഫോറി മമ്മൂട്ടിന്റെ ആയിഷന്റെ കല്യാണം നിശ്ചയിച്ച് വരുന്ന 13-ാം തീയതി കല്യാണം. പാവം നമ്മുടെ മുന്നേ. എന്ത് പാവം? മണ്ണും ചാരി നിന്ന മമ്മൂട്ടി പെണ്ണും കൊണ്ടുപോയി, അത്ര തന്നെ. നേരെന്നാണ്ടോ ഈ പറയണത്? എടുപിടിന്നൊരു മംഗലം. ചെക്കൻ വെറുതെ ഇരിക്കുക, ഉപ്പൂപ്പ വെറുതെ ഇരിക്കുക. ഈട കൊയപ്പ കട്ടി ആക്കുമല്ലോ എന്റെ പടച്ചോനെ. ചെക്കൻ പെണ്ണിനെ അടിച്ചോണ്ട് പോവാണ്ടെന്ന ഫോറിൻ മമ്മൂട്ടിന്റെ ഭാഗ്യം. അത് തന്നെ. ഒന്നുമില്ല, പേരട്ട അംസക്കെതിരായിട്ട് ആരും ഇവിടെ വാല് വെക്കൂല. ആണെങ്കിൽ ഒരു തെളിയിക്കട്ടെ. മുന്നൊക്കെ ആ ധൈര്യം ഒന്നും ഇല്ലപ്പാ. പാവം ചെക്കനല്ല അവിടെ കുത്തിരിക്കണ. എന്തോ വിഷമമുണ്ട്, എന്താ ചെയ്യ. എടോ ഇതൊന്നും ഓൻ അറിയില്ല എന്നാ തോന്നുന്നു. ഈ അവിടെ ചെന്നത് കൊടുക്കാൻ നിൽക്കണ്ട. പോട്ടോ പോയി മായിക്കെട്ടിട്ട് മിക്കവാറും മായിച്ച് കിട്ടും. മോനെ മുന്നേ ഈ സംഗതി അറിഞ്ഞിനാ? ആയിഷന്റെ കല്യാണം തീരുമാനിച്ച്. ചെക്കമ്പള ഫോറിൻ മമ്മൂട്ടി വരുന്ന 13-ാം തീയതി കല്യാണം. വിടരുത് മോനെ, വിടരുത്. ഓളെ കല്യാണം മുടക്കണം. ഓളെ ആരും കിട്ടൂല. ഓളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല. ആ പോതിയും കൊണ്ട് ആരും ബിരിയാണി വയ്ക്കാൻ വരണ്ട. അപ്പൊ കല്യാണം മുടക്കൂല്ലേ? എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ആയിഷാനെ ഒരുത്തനും കേട്ടില്ല. നീ കല്യാണം മുടക്കണം മുന്നേ. പേരട്ടാംസ് ഉറപ്പിച്ച മംഗലം മുടക്കണമെങ്കിൽ ചക്ക നീ വെറുതെ അടി വാങ്ങാൻ നിൽക്കണ്ട. വേണ്ട ഓക്കറെ, വെറുതെ കുലുമാരാക്കണ്ട. ഒന്ന് ക്ഷമിച്ചാ. ഗുരുമാലം കൂടെ മാറ്. പോകാൻ പറയട്ടെ, ഈ പൊങ്ങൻ പറയട്ടെ. എന്താ നിനക്ക് നാവില്ലടാ? ഈ മംഗലം നടക്കൂല. ഫോറിൻ മമ്മൂട്ടി കോളെ കിട്ടൂല.
ചാത്തല്ല കൂടുതൽ കളിച്ച് അതിനും മടിച്ചൂടാ. മാറാ മുന്ന ആരെങ്കിലും പോയി വണ്ടി വിളിച്ചു വരുന്നു. നിങ്ങളെ ലോയിക്കാറില്ലേ വിഷം കുടിച്ച് തത്ത അയമുട്ടി സാഹിബ് എന്റെ കാക്ക മൂപ്പര പുന്നാരമോള് ആയിസൂന്റെ മംഗലം വിളിക്കാൻ വന്ന ചാത്തോർക്കെ കണ്ട് ചത്തുപോയാ പോരെ, ജീവിക്കണവർക്കല്ലേ പെടാപ്പാട്. നിങ്ങളൊരു പോറ്റുമോണ്ടല്ലോ വളർത്തുന്നായി, അതിനും കൂട്ടി നാർത്തണ്ട് പൂരോണ്ടി തീട്ടം തിന്നും പോലെ ബിരിയാണി പള്ളർച്ച് തിന്നിട്ടേ ഊങ്ങിച്ച അത്താളുടെ വയസ്സം കാക്ക. ആ എന്റെ കാക്കാന്റെ ഒരു കാര്യേ, നാട്ടിലെ തെണ്ടികള് മുഴുവൻ മൂപ്പര ലോയിക്കാരൻ. അപ്പൊ ദർശനം എങ്ങളും കൂടി കൂട്ടിയാ വിളിച്ച് നക്ക നാർത്തേണ്ട് വന്നോൾഡി. നിക്ക്, അങ്ങനെ നീ മാത്രം കുരച്ചിട്ട് പോയാൽ എങ്ങനെയാണ്ടാ ശരിയാവുക? നീ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം ഇപ്പം ഞാൻ ക്ഷമിക്കും. കാരണം എന്താ, ഈ പറഞ്ഞ ആ പോറ്റി ചെക്കൻ്റെ പെണ്ണ് ഇപ്പൊ എൻ്റെ ചിറകിൻ്റെ അടിയിലാ. ഓളെ ഇങ്ങ് കിട്ടിക്കഴിഞ്ഞ ഞാൻ വരും, മുതലും പലിശയും ചേർത്ത് അനക്ക് തിരിച്ചു തരാൻ. മൂരി അബൂബക്കർ പറ്റിയ പേര്, ഈ ഓർത്തോ. ഏത് നായ്ക്കും ഒരു ദിവസം ഉണ്ടാവും. സമയം വരുമ്പോ എന്റെ മോൻ തന്നെ അനക്ക് തന്നോളും. ചേലച്ചോട്ടടാ, കുയിലേക്ക് കാല് നീട്ടി കുത്തിരിക്കല്ലേ കാക്ക. വാ. അടി കൈ കൊണ്ടായാലും നാവ് കൊണ്ടായാലും നക്ഷത്രം എണ്ണിക്കണം. ഒന്നും തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. ഉപ്പാന്റെ രണ്ടാം കല്യാണത്തിന് ബിരിയാണി വിളമ്പുന്നതേ നമ്മുടെ അണ്ണാച്ചി എല്ലാരെയും വിളിക്കണേ. ഉപ്പാന്റെ രണ്ടാം കല്യാണം. ഈ മംഗലം നടക്കരുത്. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇക്കാൻ്റെ കൂടെ വെക്കണം. മുന്നാക്കാനെ കൊണ്ട് ആയിഷ്താനെ കെട്ടിക്കണം. അതാ നല്ലത്. 9ാം ക്ലാസ്സിൽ പോയി തടിയാ, ഇന്ന് നിന്റെ അവസാനടാ. ഞാൻ തോറ്റ്, നിങ്ങൾ ജയിച്ച്. സോറി മക്കളെ, ഇനി ഞാൻ കളിയാക്കൂല. അമ്മയാണ്. ഉറപ്പാണോ? ഉറപ്പ്. എന്നീറ്റ് വാ. കല്യാണം മുടക്കണം. മുനിക്കാന്റെ ഉപ്പാനെ രണ്ടാം കെട്ട് മുടക്കണം. ഇങ്ങളെ ചെങ്ങായിനെ കൊണ്ട് ആയിഷാനെ കെട്ടിക്കണം. എന്റെ ചങ്ങായിയല്ല, ഞമ്മളെ ചങ്ങായി. കൂടെ നടക്കാനും കൂട്ടുകൂടാനും ഓനെ കഴിച്ചിട്ട് ആളുള്ളൂ. കൊടുകൈ 1 2 9 അല്ല തെറ്റിപ്പോയതാ. പരിപാടി തരൂല എല്ലാ ഉലുമാനെ ഈടിയെന്നാ നടക്കാൻ പോകുന്നു. കാണിക്കല്ല എല്ലാടാ, ഈടെ യുദ്ധം നടക്കുന്നത്, തെയ്യം നടക്കുന്നത്. യുദ്ധം, മഹായുദ്ധം. എത്ര കാലായി നല്ലൊരു അടി കണ്ടിട്ട്. എടാ ഈടി ആരുടെ അടിക്കാറുള്ളത്? മൂരി ഇറങ്ങിയ വാല് ചുരുട്ടി ഓടൂലേ? അടി കാണണമെങ്കിൽ പരിയാരത്തപ്പടിയിലെ തെയ്യത്തിന് തൊണ്ടച്ചനിറങ്ങും അടി തുടങ്ങും, അടി തുടങ്ങും തൊണ്ടച്ചനിറങ്ങും. അതിങ്ങനെ മാറി മാറി വരും. ഇവരെ മലപ്പുറത്തെ ചട്ടമ്മിമാരാ, കണ്ണിച്ചോരല്ലാത്തവരാ. കലക്കും. കലക്കണം.
ഞാനിവിടെ ഉത്സവപ്പറമ്പിൽ അവിടെ ഇവിടെ ആയിട്ട് കാണും എന്റെ സാധനവും കാണണം. കാണാം. ഗുരുമാല ബായി നോക്കാണ്ട് വീട്ടിൽ പോടാ. മൈസൂരിൽ നിന്ന് പ്രത്യേക വണ്ടിയിൽ പ്രത്യേക ലോറിയിൽ കയറ്റിക്കൊണ്ടുവന്ന ഒരു മോശം വാർത്തയുണ്ട്. നമ്മുടെ ആയിഷ ഏതോ ഗുളിയെടുത്ത് കഴിച്ചു. ഹംസാന്റെ ആൾക്കാരും എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ. നിങ്ങളിരിക്കും, ആരും അറിയണ്ടെന്ന് ഒരു പ്രത്യേകം പറഞ്ഞു. ഞാൻ പോയി നോക്കിയിട്ട് ഇപ്പം വരാം. ഔത്തുണ്ട്, ചത്തോന്ന് പോയി നോക്ക്. എന്റെ വയറ്റിലെ വേദന എന്റെ ഗുളികെടുത്ത് കഴിച്ചാ പന്നി. എന്താ പറ്റിയേ? ഡോക്ടർ, എന്റെ മോള് മോളെ എന്തെന്നാ ദർസറേ, ചത്തോ? ഹംസേ, വിഷം അകത്തുണ്ട്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാൻ നോക്ക്. ഓ വേണ്ട, അന്നെ കൊണ്ട് കയ്യും പോലെ നോക്കിയാ മതി. അല്ല ആടെ കിടന്ന് ചത്തോട്ടേന്ന്. എന്തൊരു വേദനയാണ്. പേടിക്കാണ്ടിരി, ഞാനൊന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പുറത്തോട്ടിറങ്ങി അങ്ങോട്ട് നിൽക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓടലവാസുവിന്റെ ചാരായം കുടിക്കുമ്പം കുറച്ചാക്കുണ്ട്. അല്ല, ഓള് വിഷം കുടിച്ചിട്ട് അതിന്റെ മുകളിൽ ചാരായം കുടിച്ചാ ആകെ കുഴഞ്ഞു മറിയൂലേ? ഞാൻ എന്റെ കാര്യാണ്ടോ പറഞ്ഞ്. ഓ, ആയിഷക്ക് എങ്ങനെയുണ്ട്? ഓക്ക് കുഴപ്പമൊന്നുമില്ല, ദർസർ നോക്കുന്നുണ്ട്. ഓളെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ അതിന് വേണ്ടി ഉറക്കം വയ്ക്കണ്ട, സമയമാകുമ്പോ ഞാൻ പറയാം. അല്ല, നാളെ ഇവര് തമ്മിൽ എന്തായാലും കാണേണ്ടതാണ്. വെലിഞ്ഞളിയാ വാ. രക്ഷപ്പെട്ടു, ഉറങ്ങിക്കോട്ടെ. ഡോക്ടറെ, എനക്കൊരു കാര്യം പറയാനുണ്ട്. ഇവരെ അയാള് കൊല്ലും. മനസാക്ഷി ഇല്ലാത്തോനാ.
ഹംസക്ക ഉപ്പയുടെ തറവാട്ടിലേനു താമസം. അങ്ങനെ പേരട്ട ഹംസാന്ന് വിളി വന്ന് റാക്കും കഞ്ചാവും ചട്ടമ്പിത്തരുമായിട്ട് ഒരു വല്ലാത്ത ജീവിതേനു അവളുടെ. വൃത്തികെട്ട സ്വഭാവം ഉള്ളിൽ വെച്ച് നല്ല മനുഷ്യന്റെ കുപ്പായ അണിയുന്ന ഹംസക്ക നമ്മളെ ഓർക്ക് കല്യാണം കഴിച്ചു കൊടുത്ത്. തന്തല്ലാത്തൊരു പെൺകുട്ടി അനുസരിക്കാണ്ട് ഇവിടെ പറ്റൂല. നിങ്ങള് പയച്ചോയതോണ്ടാ കാക്ക ആയിസത്താണ്ട ചത്ത്. ഒന്നിക്കൽ ഈടുന്ന് ഇറങ്ങ, അല്ലേ ഞാൻ പറഞ്ഞത് കേക്ക. ഈടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ 3 എണ്ണത്തിനെ ഞാൻ കൊല്ലും. എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. ഓനെനക്ക് മൂത്ത മോന. ഇപ്പൊ ഓനെന്റെ പുയ്യാപ്പിളയാകാനാ പൂതി. ജലാലുദ്ദീൻ്റെ ആ നോട്ടം അയാളെ വിടാതെ കൂടിയിട്ടുണ്ടാവണം. തക്കം കിട്ടിയപ്പോ ഓനെ തീർത്ത്. എല്ലാരും വിചാരിക്കണ പോലെ ഓൻ കുളത്തിൽ വീണ് ചത്തയല്ല, കൊന്നത്.
ഉപ്പൂപ്പ ഇതറിയണം. നിങ്ങളിതറിഞ്ഞു എന്നറിഞ്ഞ ആ ചെയ്ത്താൻ നിങ്ങൾ എന്നെ കൊല്ലും. ഈ കനലെന്നെ നീറ്റാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി ഡോക്ടറെ. എന്തേതർ സാറേ, നിങ്ങളെ ചികിത്സ ഒക്കെ കഴിഞ്ഞ? ദർസറേ രക്ഷപ്പെട്ട് അല്ല ദർസറേ, അന്നപ്പാരെ രക്ഷിക്കാൻ വരുന്നേ പഠിച്ചോനെ. ഔക്കോ ഈ ദർസർക്കുള്ള പീസ് കൊടുക്ക്. നിർബന്ധിക്കേണ്ടി വരും, ഓൻ വാങ്ങുന്നില്ല. പാവങ്ങളെ പഠിച്ചോനല്ലേ. നാലു ഓന് കൊടുക്കാനുള്ള ഓനെന്നെ കൊടുക്കണ്ടേ? ഓന്റെ പണി ചെയ്യട്ടെ, നമ്മളെ പണി ചെയ്യ. എന്താ ദർസറേ? പറ്റി വണ്ടി കയറ്റിക്കോ. ഓ ഡാവുക്കോ തീർത്താൾടാ.
ഇന്നും നാളും കൂടി ഇഞ്ഞിവിടെ കടന്നാ മതി. ഇന്നെന്റെ കടത്തം കുതിരവട്ടത്ത ചോദിക്കണവരോട് എന്റെ മനസ്സിന്റെ സമാധാനം തെറ്റിക്കണമെന്നും ഈ കോഴിക്കോട്ടേക്ക് പറഞ്ഞാ കാസർകോട്ടേക്കാ പോണെന്നും ഞാൻ പറഞ്ഞോണ്ടി. മോളെ, ഒന്നും അറിഞ്ഞതായി ഓലിക്ക് തോന്നണ്ട. കണ്ണും വീടും തുടക്ക്. ഇന്നൊരു തീരുമാനം എടുക്കണം, ജീവിക്കണോ മരിക്കണോ എന്ന്. തൈപ്പറമ്പത്തെ സ്വത്തിന് അവകാശം ചോദിച്ചു വരാണ്ടിരിക്കാൻ ഓൻ ആരെയും കൊല്ലും. ഒന്നുകൂടി ഉണ്ട്. സൈതാലിക്ക പേരറ്റ ഹംസങ്ങ ടിപ്പിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലല്ലോ ഈ പാച്ചൻ എവിടെയാ പോയി കിടക്കുന്നത്? അമ്മോ എനക്കറിയില്ല, വേറെ പോയി കിടക്കുന്നമ്മ. ആ അതാ പാച്ചൻ വരുന്നുണ്ട്. ഓലോർത്തു ഓളിപ്പോ വരൂ. ആയിഷ എവിടെ? ആയിഷ കെട്ടിപ്പിടുത്തെല്ലാം പിന്നെയൊക്കെ വേഗം വണ്ടി കയറ്. രക്ഷപ്പെട്ടുക. വിടരുത്. നാളെ നേരം പുലരുന്നതിന്റെ മുന്നേ ഓള് ഇവിടെ ഉണ്ടാവണം. മനസ്സിലാക്കണം എനിക്ക്. ഒളിച്ചോടി പോവുകയാണല്ലേ ഉപ്പുപ്പാടെ കൊച്ചുമോൻ. അല്ല, ഡോക്ടർ എന്താ ഇടാ? 2 ദിവസമായിട്ട് എവിടെയായിരുന്നു? ആയിഷ ഉമ്മ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. ഒളിച്ചോടാൻ ഉറപ്പിച്ചവരോട് എന്തു പറയാൻ? ഉപ്പുപ്പ ആരായിരുന്നു നിനക്ക്? പടച്ചോൻ. തെരുവിൽ നിന്നും കളഞ്ഞു കിട്ടിയ ഈ വിഴുപ്പിനെ മുന്നേ എന്ന് പേരുവിട്ട് മോനായി പോറ്റി വലുതാക്കി നല്ലൊരു മനുഷ്യനാക്കി എൻ്റെ പടച്ചോൻ. എന്നിട്ടാണോ ഒരു കള്ളനെ പോലെ നീ ഒളിച്ചോടുന്നത്? ഒരടിയെങ്കിലും അടിച്ചോടാ നിനക്ക്. നിന്റെ പടച്ചോനൊക്കൊന്നു എന്റെ കരണക്കുറ്റിക്ക്. എന്നിട്ട് എവിടാന്ന് വെച്ചോ പോട്. എന്റെ ചങ്ങായി അഹമ്മദ് കുട്ടിക്ക് വിഷം കൊടുത്ത് കൊന്നവനോട് ക്ഷമിക്കാൻ പറ്റൂല. ഓന്റെ പൊന്നുമോൻ ജലാലുദ്ദീനെ പുഴയിൽ മുക്കി കൊന്നവനോടും ക്ഷമിക്കാൻ പറ്റൂല. ഇവിടത്തെ പടച്ചോനെ കൊന്നു കൊല വിളിച്ചവനോട് ക്ഷമിക്കാനേ പറ്റൂല.
വയലിലൊന്നും ആരുമില്ലക്ക. വാടാ. തുനിഞ്ഞിറങ്ങിയാൽ ആർക്കും ആരെയും തോൽപ്പിക്കാം. ഇനി ഈ നാട്ടുകാർ നിന്നെ വെറുതെ വിടൂല ഹംസ. നീ കൊന്നതേ അവരുടെ ദൈവത്തെയാ. കോടതി നിങ്ങളെ തൂക്കി കൊന്നിട്ടില്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ ഈ നാട്ടിൽ കാലുകുത്തിയ അന്ന് ഈ ജീവൻ ഞങ്ങളെടുക്കും. ആശാനെ, ഒരു ചായക്ക് എത്ര പൊടി ഇടണ്ടേ? പറഞ്ഞുതരാം. എത്ര കാലായിടാ നീ എന്റെ പേര് നിക്കുന്നു? ഒരു ചായക്ക് എത്ര പൊടി അറിയില്ല എനിക്ക്. പോയി മേശ കൊടുക്കടാ. പേരട്ടാംസ ജയിലിൽ നിന്ന് വന്നേ, പേരട്ടാംസ ജയിലിൽ നിന്ന് വന്നേ, പേരട്ടാംസ ജയിലിൽ നിന്ന് വന്ന്. നിങ്ങളിപ്പോ പറഞ്ഞ സത്യമാണോ? മുന്ന ക്രമസമാധാനം തകരാൻ ഞാൻ അനുവദിക്കില്ല. മുന്ന നടക്ക്.
എല്ലാവർക്കും വിസ്മയിപ്പോയില്ലേ? കൊല്ലാൻ വേണ്ടി വന്നേനി, കൊന്നില്ലേലും ചത്തോളൂ. ഈ ആസ്പത്രി കിടക്കയിലേ മലന്നിങ്ങനെ കിടക്കുമ്പോഴേ ജീവിക്കാൻ വല്ലാണ്ട പൂതിയായിപ്പോയിനി. വേറൊന്നിനും വേണ്ടിയിട്ടല്ലോ, നിങ്ങളെയൊക്കെ ഒന്നേ കാണാൻ വേണ്ടിയിട്ടേനി. ഐസോ അന്നോടൊക്കെ ഉള്ളപ്പ കണ്ടമാനം ചെയ്തു കൂട്ടിക്കണ്. അണക്കെന്നല്ല ആർക്കും പൊറുക്കാൻ പറ്റൂല. താത്ത, നിങ്ങളെങ്കിലൊന്ന് പൊറത്താളി. പൊറുക്കാൻ പറ്റുന്ന തെറ്റുകളാണോ ഹംസേ നീ നമ്മളോട് ചെയ്തിട്ടുള്ളത്? മോനെ കുട്ടിയെ, തളാപ്പന്റെ വീടല്ല, നിങ്ങളെ വീട്. എന്റെ കക്കൻ്റെ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും പാടി എൻ്റെ കൂടെ ഒന്ന് നോമ്പറന്നൂടാ. ഒറ്റ പ്രാവശ്യം. ദർസറേ, നിങ്ങൾ ഓലോടൊന്ന് പറഞ്ഞു കൊടുക്കി.